ഇപ്പം നല്ല ചൂടല്ലേ, അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ടത് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ നല്ല കൂളിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സ് ആയിരിക്കും. വല്ല ജ്യൂസോ അല്ലെങ്കിൽ വലിയ കസ്റ്റഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള അതേപോലെയുള്ള ഒരു ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഫ്രൂട്ട്സുകൾ മാത്രം മതിയാവും. പിന്നെ കുറച്ച് സാബൂനരിയും കൂടിയാണ് വേണ്ടത് കേട്ടോ. ഞങ്ങൾ മലപ്പുറം സൈഡിലൊക്കെ ഇതിന് സാബൂനരി എന്നാണ് പറയുന്നത്. അപ്പുറത്തെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പല പേരിലും പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയുടെ അളവും പിന്നെ മധുരത്തിൻ്റെ അളവൊക്കെ ഞാൻ നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ഫ്രൂട്ട്സൊക്കെ ഇടുമ്പം അതിൻ്റെ ഒരു മധുരം കൂടെ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഈ 1/2 ലിറ്ററുള്ള പാൽ നമ്മൾ കുറച്ചൊന്നിങ്ങനെ വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കുറുക്കലിൻ്റെ പ്രോസസ്സ് തുടർന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഈ 1/2 ലിറ്ററിന് കുറച്ചൊന്ന് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവോളം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇത് കുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ അലിഞ്ഞ് പാലൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി അടുത്തത് നമുക്ക് സാബൂനരി വേവിച്ചെടുക്കാം. ഈ രണ്ട് പ്രോസസ്സ് മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് സാബൂനരിയാണ് എടുത്തിട്ടുള്ളത്. അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ സാബൂനരി വെള്ളത്തിലിട്ടിട്ടൊക്കെ നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വേവിക്കുന്നതിൻ്റെ ആ ഒരു ടൈം കുറച്ചൊന്ന് കുറച്ച് കിട്ടും കേട്ടോ. അപ്പം ഞാനിത് വെള്ളത്തിലൊന്നും ഇടാതെ വേവിച്ചതുകൊണ്ട് ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഇത് വേവാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു ചില്ല് പോലെയുള്ള ആ ഒരു ടെക്സ്ചറൊക്കെ വരുമ്പോൾ നമുക്കത് വെന്തൊന്ന് മനസ്സിലാവുമല്ലോ. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ സാബൂനരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ സാബുദാന ഫ്രൂട്ട്സ് ഡ്രിങ്ക്സിനുള്ള ഒരുവിധം ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ തണുപ്പിച്ച് വെച്ചിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് സാബുനരിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. സാബുനരി നമ്മൾ അരിച്ചെടുക്കുമ്പം അതിന് മുകളിൽ കൂടുതൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ എന്തൊക്കെ ഫ്രൂട്ട്സുകളാണ് ഉള്ളത് ആ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കൂടുതൽ നമുക്ക് ഈത്തപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം എന്തായാലും നോമ്പ് തുറക്കുമ്പോൾ നമ്മളെ വീട്ടിൽ ഈത്തപ്പഴം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ആപ്പിള്, കുറച്ച് നേന്ത്രപ്പഴം, കുറച്ച് പച്ചമുന്തിരി, പിന്നെ ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറി. അപ്പം വീട്ടിലുള്ള അത്യാവശ്യമുള്ള കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണോ ഉള്ളത്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഈത്തപ്പഴമാണെങ്കിൽ ഈത്തപ്പഴം, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പാണെങ്കിൽ അണ്ടിപ്പരിപ്പ്, പിസ്ത, എന്ത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കസ്കസും കൂടെ വെള്ളത്തിൽ കുതിർത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ എക്സ്ട്രാ നമ്മൾ സാബുനരി ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മളെ വീട്ടിൽ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടൊക്കെ ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീം കൂടിയാണ് നമ്മൾ ചേർക്കുന്നത്. അതേ പ്രൊസീജിയറൊക്കെ തന്നെയുള്ളൂ. ഇനി അപ്പോൾ ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.